നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ ലോറിയുടെ പിറകിൽ KSRTC ബസ്സിടിച്ച് കണ്ടക്ടർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. മറ്റത്തൂർ കടശപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കമായി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ SSLC വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലബാലിക ഗ്രാമസഭ നടത്തി. ഗാനമേളയ്ക്കിടയിൽ പോലീസിനെ ആക്രമിച്ച യുവാവിനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത കൊടകരയിൽ ലോറിക്ക് പിറകിൽ KSRTC ബസ്സിടിച്ച് കണ്ടക്ടർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 12 മണിയോടെ ദേശീയപാത പേരാമ്പ്രയിൽ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. പാലായിൽ നിന്നും കാസർഗോഡ് പോവുകയായിരുന്ന KSRTCയുടെ മിന്നൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബസിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ കണ്ണൂർ കണ്ണോത്തുംചാൽ ശ്രീശോഭ് അപ്പാർട്ട്മെന്റിൽ തരുൺ, ഇടുക്കി മേലാരം പീടികയിൽ വീട്ടിൽ അനിൽ പി ചാക്കോ, മൂലമറ്റം ഈസ്റ്റ് ഐപ്പൻപറമ്പിൽ കുന്നേൽ വീട്ടിൽ ജോമിൻ, മൂവാറ്റുപുഴ മാന്നാറി മുല്ലശ്ശേരിൽ വീട്ടിൽ മഞ്ജുഷ ഏലിയാസ് എന്നിവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂർ കടശപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കമായി. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രം തന്ത്രി അഴകത്തുമന ത്രിവിക്രമൻ നമ്പൂതിരി പാർവതി ദേവിയുടെ നടദർശനത്തിനായി തുറന്നു. നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ദീപാരാധനയ്ക്കു ശേഷം വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ജനുവരി 24-ന് പാർവതി ദേവിയുടെ നടയടയ്ക്കും. ഇതോടെ നടതുറപ്പ് മഹോത്സവത്തിന് സമാപനമാകും. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ SSLC വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. സൈക്കോതെറാപ്പിസ്റ്റ് NS സന്തോഷ് ബാബു ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക ജിഷ മാത്യു, അധ്യാപകരായ രശ്മി ചന്ദ്രൻ, ശ്രീകല P, TK ഷൈജു, താഹിറ KK എന്നിവർ സന്നിഹിതരായിരുന്നു. നിങ്ങൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും സാധ്യതകൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് ടീച്ചർ ആവാനായിരിക്കാം, അല്ലെങ്കിൽ മിലിറ്ററി ആവാനായിരിക്കാം, ഏതെങ്കിലും 2, 3, 4, 5 പറ്റുന്നുണ്ടെങ്കിൽ സാധ്യതകൾ എഴുതൂ. അതിൽ നിന്ന് നമുക്ക് സയൻസിന്റെ സ്ട്രീമിലേക്ക് പോകണമെങ്കിൽ എത്ര മാർക്ക് മേടിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ സമയമാണ്. ഡിയർ ഫ്രണ്ട്സ്, വളരെ നിർണായകം എന്ന് പറയുന്നത് വെറുതെ അല്ല. നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ രക്ഷിതാക്കളും പറയുന്നത് നിങ്ങൾക്ക് സയൻസിൽ കിട്ടണമെങ്കിൽ കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലബാലിക ഗ്രാമസഭ നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി ജെയ്സൺ, MM ഗോപാലൻ, ലത ഷാജു, ICDS സൂപ്പർവൈസർ സൌമ്യ എന്നിവർ സംസാരിച്ചു. ഗാനമേളയ്ക്കിടയിൽ പോലീസിനെ ആക്രമിച്ച യുവാവിനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാടുകുറ്റി ഈനാശു ചെട്ടിവളപ്പിൽ ആൽബിനാണ് പോലീസിനെ ആക്രമിച്ചത്. കാടുകുറ്റി ഇൻഫന്റ് ജീസസ് പള്ളിയിലെ തിരുനാളിന്റെ ഭാഗമായി ഞായറാഴ്ച രാത്രി 9:30 ഗാനമേള നടക്കുന്നതിനിടയിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഡാൻസ് ചെയ്യുന്നതായി കമ്മിറ്റിക്കാർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് SI CP ഷിബുവും സംഘവും പള്ളിയിൽ ചെന്ന് യുവാവിനെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവ് പോലീസിന് നേരെ തിരിയുകയും വഴക്കുണ്ടാക്കുകയും ഡ്രസ്സിലും മറ്റും പിടിച്ചു വലിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. യുവാവ് പോലീസിനു നേരെ തിരിഞ്ഞതോടെ സംഭവസ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് എത്തി. ഒടുവിൽ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. SIമാരായ OG ഷാജു, NS റെജിമോൻ, CP ഷിബു, MJ സജിൻ, ASI CT ഷിജോ,
സീനിയർ സിപിഒമാരായ പി കെ സജീഷ് കുമാർ, ജി ശ്രീനാഥ്, ഉണ്ണികൃഷ്ണൻ, സിപിഒമാരായ മണിക്കുട്ടൻ, ദീപു, അലി, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. നിരവധി കേസുകളിൽ പ്രതിയാണ് ആൽബിൻ. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള കുറ്റമാണ് പ്രതിക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. 25 തീയതി വൈകിട്ട് കാടുകുറ്റി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഗാനമേളയ്ക്കിടെ സ്ത്രീകളുടെ ഇടയിൽ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടുള്ള വിവരം കമ്മിറ്റിക്കാർ വന്ന് പറഞ്ഞത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ഷിബുവും സജീഷും കൂടി പ്രശ്നം ഉണ്ടാക്കിയ ആളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അയാൾ അക്രമാസക്തനാവുകയും SIയുടെയും സജീഷിൻ്റെയും യൂണിഫോമിൽ കയറി പിടിച്ച് യൂണിഫോം കീറുകയും തുടർന്ന് കൂടുതൽ പോലീസ് എത്തി അവിടെ നിന്ന് നീക്കം ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിന്ന കാര്യത്തിന് ആൽബിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ഇഞ്ചക്കുണ്ട് കലാലയ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. എഴുത്തുകാരൻ ശങ്കരൻ കരുമാലി ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി MP ജോഷി അധ്യക്ഷത വഹിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട്, PG പ്രദീപ് കുമാർ, CK ഗോപാലൻ, PP പീതാംബരൻ, സോന ഗോകുൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഋഷിക പ്രജിത്തിനെ അനുമോദിച്ചു. ഫാഷൻ ഡിസൈനറായ പ്രജിത്ത് സൃഷ്ടിയുടെ മകളാണ് ഋഷിക. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി തപസ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ യോജന രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. വാർഡ് മെമ്പർ KV നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ എടാട്ട്, അരുൺ VU, നിഖിൽ T, സന്ധ്യ അനൂപ്, സേതുലക്ഷ്മി എടാട്ട് എന്നിവർ സംസാരിച്ചു. ശേഷം ക്ലബ് ഫുട്ബോൾ ടീമിന്റെ സെക്കൻഡ് ജേഴ്സിയുടെ പ്രകാശനവും നടത്തി. പല ഇൻഷുറൻസ് കമ്പനികളുമായി ടേക്കപ്പ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പൊ അങ്ങനത്തെ 352ഓളം പദ്ധതികൾ 85 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന 5 കിലോ അരി വെച്ച് കൊടുക്കുന്ന സർക്കാരിനായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പദ്ധതികൾ നമ്മൾ അറിയാതെ പോവാണ്. എന്തുകൊണ്ടോ നമ്മുടെ സർക്കാർ അതിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മെഗാ തിരുവാതിരയോടെ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ നടത്തപ്പെടുന്ന ഈ ആഘോഷത്തിൽ അമ്മമാരും അധ്യാപികമാരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ തിരുവാതിരക്കളി ആനന്ദകരമായി. സ്കൂൾ മാതൃസമിതി വൈസ് പ്രസിഡന്റ് സൌമ്യ പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമായ TN രാമൻ, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ് എന്നിവർ സംസാരിച്ചു. മാള കുഴിക്കാട്ടുശ്ശേരി പാറക്കുളത്ത് പാറമടയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൊറ്റനല്ലൂർ സ്വദേശിയായ നാട്ടേക്കാടൻ വീട്ടിൽ 48 വയസ്സുള്ള ജോഷിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പാറമടയുടെ സമീപത്ത് ബൈക്കും ചെരുപ്പും കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് സംഭവം. ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്കൂബ ടീം അംഗങ്ങളും ചേർന്നാണ് മൃതദേഹം കരക്കെത്തിച്ചത്. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും.
ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ ലോറിയുടെ പിറകിൽ KSRTC ബസ്സിടിച്ച് കണ്ടക്ടർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. മറ്റത്തൂർ കടശപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കമായി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ SSLC വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലബാലിക ഗ്രാമസഭ നടത്തി. ഗാനമേളയ്ക്കിടയിൽ പോലീസിനെ ആക്രമിച്ച യുവാവിനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.